ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാന് കനത്ത പ്രഹരം നൽകിയെന്ന് അമേരിക്കയും ഇസ്രായേലും ഊറ്റം കൊള്ളുമ്പോഴും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഇരുവരും അവകാശപ്പെടുന്നത് പോലുള്ള പോറലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ വെറുതെ ആയോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇറാനിലെ നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ എന്നീ 3 ആണവ നിലയങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ഇറാൻ ഒഴിഞ്ഞു പോയിരുന്നതായാണ് ഇറാൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന്റെ ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ മേധാവി ഹസൻ അബദേനി വ്യക്തമാക്കിയത്. സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ആക്രമണത്തിന് മുൻപ് തന്നെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയിരുന്നതായും ലക്ഷ്യം വച്ചാൽ വികിരണത്തിന് കാരണമാകുന്നതും സ്വദേശികൾക്ക് ദോഷകരവുമായ ഒരു വസ്തുക്കളും അവിടെ അവശേഷിക്കുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തെ ഇറാനെതിരെ തങ്ങൾ നേടിയ വലിയ വിജയമെന്നായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. അമേരിക്കയുടെ GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളായ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ ആണവ നിലയങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞുവെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടന്ന വേളയിലാണ് അമേരിക്ക കൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് യുദ്ധത്തിൽ പങ്കാളിയായത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബറുകൾ ഞായറാഴ്ച പുലർച്ചെ മിസോറിയിൽ നിന്ന് ഏകദേശം 37 മണിക്കൂർ നിർത്താതെ പറന്ന് ആകാശത്ത് വെച്ച് പലതവണ ഇന്ധനം നിറച്ചാണ് ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളെയും ആക്രമിച്ചത്. ഇറാന്റെ ആണവ കോട്ടകൾ ഇനിയില്ല. അത്ഭുതകരമായ സൈനിക വിജയമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ശനിയാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ താൻ നിർദ്ദേശം നൽകിയിരുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനെ ലോകത്തിലെ 1ാം നമ്പർ ഭീകരവാദ സ്പോൺസർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപ് സംസാരിച്ചത്. 40 വർഷമായി ഇറാൻ അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ തീവ്രവാദികളെ വളർത്തിവിടുന്നു, നമ്മുടെ ജനങ്ങളെ അവർ കൊല്ലുന്നു. ഇതായിരുന്നു അവരുടെ പ്രത്യേകത. അമേരിക്കയും ഇസ്രായേലും ഒപ്പത്തിനൊപ്പം ചേർന്ന് ഇറാന്റെ ആണവ കോട്ടകൾ തകർത്തെന്നതായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ആക്രമണം ഇവിടെ തീരുന്നില്ലെന്നും തങ്ങൾക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഇന്നത്തെ രാത്രിയായിരുന്നു അവയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയത്. ഇറാനിയൻ ലക്ഷ്യങ്ങൾ നമ്മൾ ഭൂരിഭാഗവും തകർത്തെറിഞ്ഞുവെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ലോകത്ത് ഒരു സൈന്യവും ചെയ്തിട്ടില്ലാത്ത ടീം മൂവ്മെന്റ് ആണ് ഇസ്രായേലും അമേരിക്കയും നടത്തിയതെന്നും ട്രംപ് അഭിമാനം കൊണ്ടു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ഞാൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വാക്കു നൽകിയിരുന്നു, അത് പാലിച്ചു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇറാനുമേൽ നടത്തിയ യുദ്ധത്തിലൂടെ എന്താണോ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടിരുന്നത്, അവർ അത് നേടിക്കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ഇരു രാജ്യങ്ങളും ഒരുപോലെ അവകാശവാദം നടത്തുന്നു. എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയവും തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും നേരത്തെ തന്നെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നുവെന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിജയാഘോഷത്തിൽ മങ്ങലേൽക്കുകയാണ്. മാത്രമല്ല, ഇറാന്റെ ആണവ കേന്ദ്രത്തിനും ആണവ ശക്തിക്കും പോറലുണ്ടായാലും ഇല്ലെങ്കിലും തിരിച്ചടി ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു. ഹൈഫയിലും ടെല്ലവീവിലും ഇറാൻ 2 ബാച്ചുകളായി 27 മിസൈലുകൾ പ്രയോഗിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. കുറഞ്ഞത് 11 പേർക്കെങ്കിലും പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ടെല്ലവീവിനടുത്തുള്ള ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെയും അവർ ലക്ഷ്യമിട്ടതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ തുടരുകയാണ്. ടെല്ലവീവിലടക്കം ഇസ്രായേൽ നഗരങ്ങളിൽ രാത്രി പലവട്ടം മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ തൊട്ടുകളിച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ ഏത് രീതിയിലാകും തിരിച്ചടി നൽകുന്നതെന്നത് കണ്ടു തന്നെ അറിയണം.